ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ ചില വീഡിയോയിലേക്ക് നമുക്ക് ഐ ട്രാക്കിങ് ചെയ്യാം അല്ലേ. ഇതെങ്ങനെ നമുക്ക് ഡാവിഞ്ചി റിസോൾവ് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറയാം. നമുക്ക് ഫ്യൂഷൻ പേജ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ചിലപ്പോൾ ഐ ട്രാക്കിങ് കാണുമ്പോൾ വിചാരിക്കും വളരെ പാടായിരിക്കും, പക്ഷേ പാടൊന്നുമില്ല, വളരെ ഈസിയാണ്. കുറച്ച് 2-3 സ്റ്റെപ്പിനുള്ളിൽ തന്നെ നമുക്ക് ഐ ട്രാക്കിങ് ചെയ്യാം. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അധികം പറഞ്ഞ് വേപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ട്യൂട്ടോറിയലിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഐ ട്രാക്കിങ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ആ ക്ലിപ്പിനെ, നമുക്ക് ഏത് ക്ലിപ്പിലാണോ ഐ ട്രാക്കിങ് ചെയ്യുന്നത് അതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഫ്യൂഷൻ പേജിലേക്ക് വരിക. നമ്മളൊന്ന് ഫ്യൂഷൻ പേജ് വെച്ചിട്ടാണ് ഐ ട്രാക്കിങ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ ഫ്യൂഷൻ പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് കണ്ടോ, എൻ്റെ ഫുട്ടേജ് ലോഗാണ്, ലോഗ് ഫോർമാറ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ലോഗായിട്ടിരിക്കുന്നത്. നമ്മൾ എഡിറ്റ് പേജിൽ കണ്ടതെന്ന് വെച്ചാൽ കളർ ഗ്രേഡിങ് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, സോ നമ്മൾ നേരെ വീണ്ടും ഫ്യൂഷൻ പേജിലേക്ക് വരിക. ഇനി ട്രാക്കിങ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരെ മേളിലെ എഫക്റ്റ് ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ടൂൾ ഉപയോഗിച്ച് ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, ഇവിടെ 3 ട്രാക്കർ ഓപ്ഷൻ വരും. ഇതല്ല, നമുക്ക് ജസ്റ്റ് വെറും ട്രാക്കർ എന്നിരിക്കുന്ന ഓപ്ഷനാണ് വേണ്ടത്. സോ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ മീഡിയ ഇൻ വണ്ണിൻ്റെ അടുത്ത് പുതിയൊരു ട്രാക്കർ വേണമെന്നുള്ളൊരു നോഡ് ക്രിയേറ്റ് ആവും. സോ അപ്പോൾ നിങ്ങൾ ഈ ലൈൻസ് അറ്റാച്ച്ഡ് ആണ് ശ്രദ്ധിക്കുക. ഇനി അറ്റാച്ച്ഡ് അല്ലെങ്കിൽ നിനക്ക് മാനുവലി അറ്റാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇനി നമുക്ക് ട്രാക്ക് ചെയ്യണം. സോ ഞാൻ എൻ്റെ എഫക്റ്റ് ആവുന്ന ഓഫ് ആക്കുവാണ്. സോ ഇവിടെ പോയിൻ്റ് വണ്ണ് എഴുതിയിരിക്കുന്നുണ്ടോ, ഇതാണ് നമ്മൾ ട്രാക്കർ. ഇത് നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ പാർട്ടായിരിക്കും ട്രാക്ക് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഇവിടെ ഒരു ചെറിയൊരു ഗ്രീൻ ഐക്കൺ കണ്ടോ, ഇത് നമ്മൾ പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ അതിനെ മൂവ് ആക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ട്രാക്കറിന് ഒരിടത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഐ ട്രാക്കിങ് ചെയ്യുന്നതാണ്, എൻ്റെ ഐയിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പേ നിങ്ങളെ വീഡിയോയുടെ ബിഗിനിങ്ങിലാണ് ഈ ഫ്രെയിം ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ നിന്നല്ലേ നിങ്ങൾക്ക് ട്രാക്കിങ് വേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ പ്ലേ ഹെഡ് പകുതിക്ക് വെച്ചാണെങ്കിൽ നിങ്ങൾ അവിടെ ആണെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ആഡ് ചെയ്ത് അവിടെ മുതൽ ട്രാക്കിങ് വർക്ക് ആകത്തുള്ളൂ. സോ അതിൻ്റെ ക്ലിപ്പിൽ ഞാൻ എൻ്റെ പ്ലേ ഹെഡിനെ കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ വെക്കുകയാണ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്കിങ് ആഡ് ചെയ്യാം. സോ ഞാൻ ആ ഐക്കണിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ കറക്റ്റ് ഉണ്ടോ എന്ന് ഇങ്ങനെ ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഐയുടെ മിഡിലായിട്ട് വെക്കുന്നത്. ഇച്ചിരി കൂടെ ഒന്ന് സൂമായിട്ട് കാണണമെങ്കിൽ ഈ ഫിറ്റിൽ ഇങ്ങനെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് 200 അല്ലെങ്കിൽ ഇച്ചിരി കൊണ്ട് സൂമിനായി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒന്നും കൂടി അതിനെ സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ വേണ്ടത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്യാം. കണ്ടോ, മിഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും പഴയ പോലെ നമുക്ക് ഫിറ്റ് വരികയാണെങ്കിൽ പഴയ ഫ്രെയിം കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ചെയ്യും. ഈ ട്രാക്കിങ് കുറച്ചുകൊണ്ട് ആക്യുറേറ്റ് ആവാനായിട്ട് ഞാൻ ഈ ബോക്സ് ഉണ്ടോ, അതിന് ചുറ്റുമുള്ള ബോക്സിന് ഇച്ചിരി ഒന്ന് വലുതായി കൊടുക്കും. നമ്മൾ ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് ട്രാക്ക് ചെയ്യുവാണെങ്കിൽ കണ്ടോ, നിനക്കൊന്ന് ഇച്ചിരി ഒന്ന് വലുതായി കിട്ടും. ഞാൻ എൻ്റെ അകത്തൊരു ഇന്നർ ബോക്സും കൂടി ഇച്ചിരി ഒന്ന് ഇങ്ങനെ വലുതായി കൊടുക്കുവാണ്. ഇനി നമുക്ക് ട്രാക്കിങ് ചെയ്യണം. ഓക്കെ, സോ ഇപ്പം കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്കിങ് ചെയ്യാനായിട്ട് ഇതിൽ ഇൻസ്പെക്ടർ ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻസ്പെക്ടർ ടാബ് എനേബിൾ ആണ് ശ്രദ്ധിക്കുക. എനേബിൾ അല്ലെങ്കിൽ ഇതിനൊക്കെ എനേബിൾ ആക്കിയിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഈ അഡാപ്റ്റീവ് മൂന്നില്ലേ, ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ ബെറ്റർ മാച്ച് അല്ല, ബെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ട്രാക്കിങ് ചെയ്യാം. സോ ട്രാക്കിങ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ട്രാക്ക് ഫോർവേഡ് എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് ഫുള്ളി ഫോർവേഡ് ട്രാക്ക് ആകുമ്പോഴത്തേക്കും മൊത്തം ട്രാക്ക് ആവുന്നതാണ്. ഓക്കെ, സോ ഞാനത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ വീഡിയോ അവിടെ ട്രാക്ക് ആവുന്നുണ്ട്. സോ ഇത് ഇച്ചിരി കുറച്ച് ഒരു സമയം എടുക്കും. ഈ വീഡിയോ ജസ്റ്റ് ഇവിടം വരെ ഒന്ന് ഫുള്ളായിട്ട് പ്ലേ ആകുമ്പോഴാണ് ഇത് ട്രാക്ക് ആവുന്നത്. സോ ഞാൻ അതുവരെ ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ട്രാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അഡാപ്റ്റീവ് മൂവിൽ ബെസ്റ്റ് മാച്ച് ഓപ്ഷൻ എനേബിൾ ആക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഐ ട്രാക്കിങ് ചെയ്യുന്നതിന് മുന്നേ ബെസ്റ്റ് മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്യുറേറ്റ് റിസൾട്ട് എടുത്തോളൂ. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് കൂടെ നമ്മൾ ഓൺ ആക്കണം. സോ ഈ നമ്മൾ വീഡിയോ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഫുൾ നമ്മൾ ഐ ട്രാക്കിങ് ചെയ്ത ഡീറ്റെയിൽ അവിടെ ഇങ്ങനെ നമുക്ക് വീഡിയോയിൽ ഇതാക്കിയിട്ട് ഗ്രീൻ കളറിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളത് മൂവ് ചെയ്യാനൊന്നും പാടില്ല. ഇനി നമ്മളൊരു സെറ്റിംഗ്സ് കൂടെ എനേബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഐ ട്രാക്കിങ് തീരും. സോ നമ്മൾ നേരെ ഓപ്പറേഷനിൽ വന്നിട്ട് ഇവിടെ കണ്ടോ, ഓപ്പറേഷൻ എഴുതിയിരിക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ മാച്ച് മൂവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിനും കൂടെ എനേബിൾ ആക്കി കൊടുക്കുക. സോ അത് എനേബിൾ ആകുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത കുറച്ച് ഓപ്ഷൻസ് വരും. ഇവിടെ മെർജ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് BG ഒള്ളി അതൊന്നും കൂടി, അതായത് ബാക്ക്ഗ്രൗണ്ട് ഒള്ളി എന്നാണ്, അതിനും കൂടെ എനേബിൾ ആക്കി കൊടുക്കുക. സോ അതുകൊണ്ട് എനേബിൾ ആക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ ആ വീഡിയോ ഒന്ന് പ്ലേ ആക്കി നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മളുടെ ഐ മാത്രം ഇവിടെ ലോക്കായിട്ട് വീഡിയോ പ്ലേ ആവുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഐ പോയിൻറ്റ് മാത്രം നമ്മൾ എങ്ങോട്ടാണോ ഐ നോക്കുന്നത്, നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ എങ്ങോട്ട് നോക്കുന്നു അവിടെ മാത്രം ലോക്ക് ചെയ്തിട്ട് ബാക്കി ഏരിയസൊക്കെ മൂവ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ എഡിറ്റ് പേജിൽ വന്ന് നമ്മളെങ്ങനെ ക്ലിപ്പ് ഉണ്ടെന്ന് നോക്കാം. നമ്മൾ നേരെ എഡിറ്റ് പേജിൽ വന്ന് ഇനി നമ്മളെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. കേട്ടോ, നമ്മൾ ഐക്ക് അനുസരിച്ച് അത് മൂവ് ആവുന്നുണ്ട്. ഒരു ഐ ട്രാക്കിങ് എഫക്റ്റ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഐ ട്രാക്കിങ് ചെയ്യാം. സോ നിങ്ങൾ 2 കാര്യം മറന്നു പോകാതെ എനേബിൾ ആക്കുക. ഒന്ന്, നിങ്ങൾ ട്രാക്കിങ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഈ അഡാപ്റ്റീവ് മൂവിൽ ബെസ്റ്റ് മാച്ച് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഓപ്പറേഷനിൽ വന്നിട്ട് ഇവിടെ ഓപ്പറേഷനിൽ വന്ന് മാച്ച് മൂവ്
അതിനുശേഷം മെർജിൽ വന്ന് BG only ഇത് 2 ഓപ്ഷനും കൂടെ സെറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഐ ട്രാക്കിംഗ് എഫക്റ്റ് കിട്ടും. പിന്നെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഐ ട്രാക്കിംഗ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മേളത്തെ ഒരു ഇമേജിനെ കണ്ടോ അവിടെ ബ്ലാക്ക് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഇച്ചിരി ഒന്ന് സൂം ആയിക്കൊണ്ട് നിങ്ങൾക്ക് അതിനെ അവിടെ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചുറ്റും സൂം ആയി കൊടുത്ത് കണ്ടോ, സൂം ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ആക്കുമ്പോഴത്തേക്ക് കണ്ടോ ആ ഒരു സംഭവം അവിടെ ഇല്ല. കറക്റ്റ് ഒരു ക്ലിയർ ഒരു ഐ ട്രാക്കിംഗ് എഫക്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിൽ കുറേ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ ഞാൻ കുറേ നാളുകൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പഠിച്ച ചെറിയ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടോ വളരെ എളുപ്പമാണ് നമുക്ക് ഐ ട്രാക്കിംഗ് ചെയ്യാൻ. സോ നിങ്ങൾ നമുക്ക് നിങ്ങളെ ഓഡിയൻസിനെ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഷോർട്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഐ ട്രാക്കിംഗ് ചെയ്യാം. ഇതൊരു ചെറിയ വീഡിയോ. നമുക്ക് ഇനിയും മറ്റൊരു അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സുകളുമായിട്ട് വീഡിയോ വരുന്നവരെ ബൈ.